ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ ബ്ലോഗാണ്. ഞാൻ ഇന്ന് കോയമ്പത്തൂർ പോവുകയാണ്. ഷോപ്പുണ്ട്. ഷോപ്പ് ഞാൻ അവിടെ ഈ പട്ടി കുറേ നേരമായി കുറച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ 2-3 ടേക്കായി എടുക്കുന്നത്, പക്ഷേ പട്ടിയുടെ കുര നിൽക്കുന്നില്ല. മൈക്ക് എടുക്കാനും ഞാൻ മറന്നുപോയി. അപ്പോൾ എനിക്ക് യൂണിഫോമിൻ്റെ ഒരു ബിസിനസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫാബ്രിക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എറണാകുളം തപ്പിയിട്ട് എനിക്ക് കിട്ടിയില്ല യൂണിഫോമിൻ്റെ ഫാബ്രിക്. അപ്പോൾ ഞാൻ കോയമ്പത്തൂർ ഒന്ന് പോവുകയാണ്. അപ്പോൾ ഓൺ ദ വേ കോയമ്പത്തൂരിലെ വിശേഷങ്ങളൊക്കെ പറയുന്നതാണ്. പട്ടി നല്ല പോലെയാണ്. അപ്പം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്, ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ഇത് കലംകാരിയുടെ പ്രിൻ്റാണ്, കോട്ടൺ ആണ്, നാച്ചുറൽ കോട്ടൺ ആണ്. ജംസ്യൂട്ടാണ് കേട്ടോ, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ജംസ്യൂട്ടാണ്. വീനെക്കാണ്. ഞാനപ്പോൾ യാത്രയിൽ ഉപയോഗിക്കാന്ന് വെച്ചിട്ട് കോട്ടൺ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. ബാക്കി കോട്ടൺസ് ഒക്കെ ഞാനിവിടെ വാഷ് ചെയ്ത് ഇങ്ങനെ ഇട്ടേക്കാണ്, നിരത്തി കട്ടിലിട്ടേക്കാണ്. അപ്പോൾ ഇതാകുമ്പം കംഫർട്ടബിൾ ആണ്. ഞാൻ വേറെ ഒരെണ്ണം കൂടി ഇട്ടു, ഒരു പാൻറ്റും വേസ്റ്റ് കോട്ടും. പക്ഷേ അതിൻ്റെ വേസ്റ്റ് സൈസ് കറക്റ്റ് ആയിരുന്നില്ല. ഞാൻ അത് ട്രയൽ ചെയ്ത് നോക്കാണ്ടാണ് എടുത്തുകൊണ്ട് വന്നത്. അപ്പം ഞാൻ അത് ശരിയാക്കിയിട്ട് വേണം ഇടാൻ. അപ്പം ഇനി കോയമ്പത്തൂർ വിശേഷങ്ങളായിട്ട് നമുക്ക്. അപ്പം അങ്ങനെ ഓൺ ദ വേ ടു കോയമ്പത്തൂരാണ്. ഇതിപ്പോൾ ഞങ്ങൾ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് മാപ്രാണം വഴി ഷോർട്ട് കട്ടിൽ കൂടി കയറി. അപ്പോൾ ഞാൻ ബ്രദറിൻ്റെ കൂടെയാണ്. ഇതെൻ്റെ ബ്രദർ, ഉമ്മയുടെ അനിയത്തിയുടെ മോനാണ്. അപ്പോൾ അവൻ്റെ കൂടെ പോകുന്നത്. ഇതെൻ്റെ സ്വന്തം കാർ. അപ്പോൾ അവൻ ഡ്രൈവ് ചെയ്തോളൂ, കൂടി ഇരുന്നാൽ മതിയല്ലോ. പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ ബാക്കിൽ ഡംപ് ചെയ്തിട്ടേക്കാണ്. എങ്ങാനും തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിൽ അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം വരാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ്. ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. ജംപ് സ്യൂട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ബാത്റൂമിൽ പോണതൊരു ഇടങ്ങേറ് പിടിച്ച പരിപാടി ആയിരുന്നു കൊണ്ട് അത് ഞാൻ മാറ്റിയിട്ട് ഹെയറൊക്കെ ഞാൻ കെട്ടി വെച്ചു. അങ്ങനെ ടോളിൻ്റെ അവിടെ എത്തി. ടോളിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് ഫാസ്ടാഗ് റീചാർജ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നത്. അപ്പോൾ അത് ഓൾറെഡി റീചാർജ്ഡ് ആയിരുന്നു. വിശന്നിട്ട് വയ്യായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയും ശരവണ ഭവനിൽ നിന്ന് ഫുഡ് കഴിച്ചാൽ മതി എന്നുള്ള പ്ലാനിങ്ങിൽ പോവുകയാണ്. പക്ഷെ എത്ര ഓടിച്ചിട്ട് അവിടെ എത്തണില്ല. അവസാനം ഗൈസ് ഞങ്ങളുടെ ശരവണ ഭവനിലെത്തി. ജ്യോതിസിൻ്റെ ബാറിൻ്റെ താഴെയായിട്ടാണ് ശരവണ ഭവൻ ഉള്ളതും. അപ്പോൾ അവിടെ നിന്ന് മസാല ദോശ കഴിക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണ് ഇറങ്ങിയത്. ഇപ്പോൾ ഒരു ടൈം ഒരു 10 മണി 10:30 എങ്ങാണ്ടായി തോന്നുന്നു. 10 മണിയല്ല 10:30 എങ്ങാണ്ടായി തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി. നല്ല മസാല ദോശ തിന്നാനുള്ള ആഗ്രഹം കൊണ്ട് കയറിയതാണ് അവിടെ. അപ്പോൾ ബാത്റൂമിൽ കൈ കഴുകാൻ കയറിയപ്പോൾ ഒരു പട്ടി ഷോ. മിറർ കണ്ടപ്പോൾ പിന്നെ നമ്മളൊരു ഇത് കാണിക്കണമല്ലോ. അപ്പോൾ ഇതാ ഡ്രസ്സെന്ന് പറയുന്നത്. അങ്ങനെ ചൂടുവെള്ളം വന്നു. ചൂടുവെള്ളം കുറച്ച് കുടിച്ചു. രാവിലെ വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവനും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രണ്ടുപേരും മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ മസാല ദോശ വന്നു. മസാല ദോശയോടൊപ്പം വടയുണ്ടായിരുന്നു. പക്ഷെ മസാല ദോശ ഭയങ്കര ക്രിസ്പി ആയിപ്പോയി. ഒട്ടും സോഫ്റ്റ് അല്ലായിരുന്നു. എനിക്കിപ്പോൾ എല്ലാം കമ്പിട്ടേക്കണ കാരണം കൊണ്ട് അവിടെ ഇവിടെയൊക്കെ കുത്തി തറയ്ക്കുമോ എന്നുള്ളത് കൊണ്ട് പതുക്കെ ഞാൻ തിന്നതാണ്. അപ്പോൾ അവനും ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനപ്പോൾ അത് കേട്ടിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല ക്രിസ്പിയാണ് കേട്ടോ. ഏതെങ്കിലും ഒരു ഭാഗം സോഫ്റ്റ് എന്ന് പറയാനായിട്ടായ മസാല ഇരിക്കണതിൻ്റെ താഴെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവനിതെങ്ങനെ മടക്കും എന്നുള്ള കൺഫ്യൂഷനിലാണ്. മടക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പപ്പടം പോലെ ഇങ്ങനെ പൊടിഞ്ഞു വരില്ല, അങ്ങനത്തെ ഒരു ക്രിസ്പി ആയിരുന്നു. പക്ഷേ വടയും ചമ്മന്തിയൊക്കെ നല്ലതായിരുന്നു കേട്ടോ. പിന്നെ ചായക്കും കടുപ്പുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് എങ്ങനെയൊക്കെയോ കഴിച്ച് ഇറങ്ങി. പെട്രോൾ അടിച്ച് അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂരെത്തി. നീണ്ട യാത്രയ്ക്ക് ശേഷം ഒരു 3-3.5 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. അങ്ങനെ യൂണിഫോമിൻ്റെ തുണി നോക്കാൻ വേണ്ടിയിട്ട് കയറി അവിടെ കോയമ്പത്തൂർ. ഇതാണ് ഷോപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ തുണിയൊക്കെ നോക്കി വെച്ചു. ബാക്കി ഒരു 4 മണി 5 മണിയാകുമ്പോൾ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി എവിടേക്ക് പോകുമെന്ന് പ്ലാൻ ചെയ്തപ്പോഴാണ് കോയമ്പത്തൂരിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ടെന്ന് അവൻ പറഞ്ഞത്. എന്നാൽ പിന്നെ നമുക്ക് അവിടേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ലൊക്കേഷൻ ഇട്ടിട്ട് ലൊക്കേഷൻ എത്തി എന്ന് പറയുന്നത്. പക്ഷെ ഞങ്ങൾ ലുലു മാൾ കാണാനില്ല. അപ്പം നമ്മളെ മനസ്സിൽ ലുലു എന്ന് പറയുന്നത് കൊച്ചിയിലും ട്രിവാൻഡ്രത്തും അങ്ങനെയൊക്കെ ഉള്ളൊരു മാൾ പോലെയാണല്ലോ. അപ്പോൾ അവിടെ ലക്ഷ്മി മിൽസ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ റോങ് എൻട്രൻസിലാണ് കയറിയത്. വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അത് മാളാണെന്ന് മനസ്സിലാവാത്ത, മീൻസ് ഹൈപ്പർ മാർക്കറ്റാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതാണ് ഹൈപ്പർ മാർക്കറ്റിലോട്ടുള്ള എൻട്രൻസ്. ഇതാണ് എൻ്റെ ഫ്രണ്ട്. ലക്ഷ്മി മിൽസ് എന്നാണ് പുറത്ത് എഴുതിയേക്കുന്നത്. ഉള്ളിൽ കയറുമ്പോൾ മാത്രമേ ആ ലുലു ഹൈപ്പർ മാർക്കറ്റ് കാണുള്ളൂ. കോമ്പൗണ്ട് ഇത്രയും അടിപൊളി കോമ്പൗണ്ട് കണ്ടിട്ടില്ല. കോയമ്പത്തൂർ ഇങ്ങനൊരു സ്ഥലം ഉള്ളതായിട്ട് ഞാനിപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ പാർക്കിങ്ങിന് അങ്ങേ അറ്റത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കയറിയ പാടെ അവിടെ പാർക്കിങ് ഞങ്ങൾക്ക് തന്നില്ല. അറ്റത്തേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് ഏതെങ്ങാണ്ടൊരു ദൂരത്തേക്ക് പോകണമെങ്കിൽ ഒരു 10-15 മിനിറ്റോളം ഞങ്ങൾ വണ്ടി ഓടിച്ചിട്ടാണ്
അവിടെ പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലം കിട്ടിയത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നടക്കണം. അപ്പോൾ കാറ് പാർക്ക് ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ സൺസ്ക്രീമൊക്കെ പുരട്ടിയിട്ടാണ്. നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷേ ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ളൊരു കോമ്പൗണ്ട്. കാരണം ഒരേ ആർക്കിടെക്ചറിലുള്ളൊരു ഇതാണ് നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ അറ്റം തുടങ്ങി അറ്റം വരെയുണ്ട്. ഫ്രണ്ടിലോട്ട് നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ്. ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടികയുടെ ആ ഒരു ഇതില്ലേ, ആ ഒരു ടെക്സ്ചറാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഞങ്ങൾ കാണിച്ചു തരാം. അത്യാവശ്യം ആൾക്കാരുണ്ട്. നട്ടുച്ച നേരത്താണ് ഞങ്ങൾ ചെന്ന്, ഒരു മണിയൊക്കെ ആയ നേരത്താണ് തോന്നുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ ലക്ഷ്മി മിൽസ് എന്ന് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ നടന്നു പോകുന്ന ഒരു വീഡിയോ എനിക്ക് എടുത്തുതരാൻ പറഞ്ഞിട്ട് അവൻ എടുത്തു തന്നതാണ്. എനിക്കാണെങ്കിൽ ആ ഹീലിട്ടിട്ട് നടക്കാൻ പറ്റുന്നില്ല, കാല് പൊട്ടുന്നുണ്ട്. എന്തിനാണോ ഞാൻ ഹീലിട്ടേന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി ഞാൻ കൂടുതലും മധുരം, ചോക്ലേറ്റ് ഞാൻ എടുത്തേക്കണതാണ്. എന്തായാലും അറിയാം, ബോണ്ടി, മിൽക്കി ബാർ, കിറ്റ്കാറ്റ് അതൊക്കെ എടുത്തേക്കുന്നത്. പാക്കറ്റിന് ഓഫർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുറേ ചോക്ലേറ്റ്സൊക്കെയാണ് എടുത്തത്. അപ്പോൾ അവൻ എവിടേക്കോ ഫോണും കൊണ്ടുപോയി വീഡിയോ ഒക്കെ എടുക്കണ്ടായിരുന്നു. അപ്പോൾ ഈന്തപ്പഴത്തിൻ്റെ, നട്ട്സിൻ്റെ ഒക്കെ സെക്ഷനാണിത്. ചോക്ലേറ്റിൻ്റെ, സ്നിക്കേഴ്സിൻ്റെ സെക്ഷനാണ്. നല്ലോണം അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അറേഞ്ച്മെൻറ്റ് ഇസ് ഗുഡ്. നമ്മൾ സാധാരണ ലുലുവിനേക്കാൾ എന്തൊക്കെയോ ഡിഫറെൻ്റ് ഉണ്ട് ഇവിടെ. ഇതിൻ്റെ ഉള്ളിലും എല്ലാത്തരം ഐറ്റംസും ഉണ്ട്. ഇതൊക്കെ പ്രിങ്കിൾസ്, ലേസ് അതിൻ്റെ ഒക്കെ സെക്ഷനാണ്. അതിൻ്റെ ഒരു ഇൻറ്റീരിയർ വളരെ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ കൂൾ ഡ്രിങ്ക്സ്, ഞങ്ങൾ വെള്ളമൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അവൻ ടൈറ്റിലായതുകൊണ്ട് കോക്ക് ഇതൊന്നും കഴിക്കില്ല. പിന്നെ ഇത് കിഡ്സ് ടോയ്സിൻ്റെ സെക്ഷനാണ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ 5 സ്റ്റാറൊക്കെ ഞാൻ എടുത്തു. എനിക്ക് പറ്റാവുന്ന മാക്സിമം എല്ലാ ചോക്ലേറ്റും ഓരോ പാക്കറ്റ് വെച്ചെടുത്ത് ഞാൻ എന്തിനോ വേണ്ടി പർച്ചേസിന് നടക്കണത്. എനിക്കൊന്നും വാങ്ങാനില്ല ആക്ച്വലി. കയറിയ സ്ഥിതിക്ക് ചോക്ലേറ്റ്സ് എടുത്തു എന്നുള്ളൂ. പിന്നെ ഇലക്ട്രോണിക്സിൻ്റെ സെക്ഷനൊക്കെ വെറുതെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ട്രോളിയും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇത് ചോക്ലേറ്റിൻ്റെ സെക്ഷനാണ്. ചോക്ലേറ്റിൻ്റെ സെക്ഷനിൽ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അനിയനെ ഇടയ്ക്കിട്ട് കമ്പനിയിൽ നിന്ന് ഫോൺ വരുന്നുണ്ടായിരുന്നു, ഓഫീസിൽ നിന്ന്. അപ്പോൾ ഇത്തരം സാധനങ്ങളാണ് ഞങ്ങൾ ലുലുവിൽ നിന്ന് എടുത്തത്. ബില്ലടിക്കാൻ നിൽക്കുകയാണ്. ഇതൊക്കെ തിന്നണ ഐറ്റംസാണ്, വേറെ ഒന്നുമില്ല. അതിൽ അവൻ്റെ ഒരു ഷോക്സ് മാത്രമുണ്ട്. അപ്പോൾ അവനതൊക്കെ കാറിൽ വെച്ചിട്ട് നമുക്ക് ബാക്കി സ്ഥലങ്ങളിൽ കറങ്ങാമെന്ന് പറഞ്ഞിട്ട് അവൻ പോയി. ഞാനിവിടെ കട്ട പോസ്റ്റ് അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ പുറം സെക്ഷൻ എന്ന് പറയുന്നത്. ഞാനൊരു ഫിഷിനെ വാങ്ങിച്ചിരുന്നേ, ഒരു ഫൈറ്ററിനെ. അത് ഞാനിങ്ങനെ കാറിൽ വെച്ചാൽ ഇങ്ങനെ ശ്വാസം മുട്ടി ചാവണ്ടെന്ന് വെച്ചാൽ അതിനെയും കൊണ്ട് നടന്നതാണ്. പക്ഷെ അത് മിസ്സായിപ്പോയി, ആരോ മോഷ്ടിച്ചു. അപ്പോൾ ഇത് ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിനോട് ചേർന്നിട്ടൊരു ടീ സ്റ്റോളാണ്. ഇവിടെ സ്നാക്സ് കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്ക് അവിടെ തന്നെ സ്റ്റാൻഡ് ബൈ ചെയ്ത് കഴിക്കാം, അല്ലെങ്കിൽ അവിടെ ഇരുന്ന് കഴിക്കാം. അപ്പം അവനൊരു റോള് പറഞ്ഞു. ഞാൻ പാനിപ്പൂരി, ആസ് യൂഷ്വൽ പാനിപ്പൂരി നമുക്കവിടെ കൗണ്ടറിൽ ബില്ലെടുത്തിട്ട് അവിടെ കൊടുക്കാൻ. നമ്മൾ ലുലുവിലെ ഉള്ളിലുള്ള പോലെ തന്നെ. പക്ഷെ ഇവിടെ പുറത്താണ് ഇരിക്കുന്നത്. കേക്ക്സ് കാര്യങ്ങൾ, കുനാഫൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഉള്ളിൽ നിന്ന് വാങ്ങിച്ചു. വിശന്നപ്പോൾ ഞങ്ങൾ അത് കഴിച്ചതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ കയറാമെന്ന് വിചാരിച്ചു. ഇതാണ് ആ കോമ്പൗണ്ടിൻ്റെ ഫുള്ള് ഒരു ആർക്കിടെക്ചർ വരുന്നത് ഈ ഒരു ടൈപ്പാണ്. മരങ്ങളും പിന്നെ ആ ഒരു ഇഷ്ടിക വെച്ചൊരു സ്ട്രക്ചർ. ഇത് അവിടുത്തെ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അപ്പം ഞങ്ങൾ പോയി വന്നിട്ട് റെസ്റ്റോറൻറ്റിൽ കയറാമെന്ന് വെച്ചാൽ ഞങ്ങൾ പോയി ഇവിടെ എത്തിയപ്പോഴേക്കും 4:30 എങ്ങാണ്ടായി. അപ്പോഴേക്കും റെസ്റ്റോറൻറ്റ് അടിച്ച് ഞങ്ങൾക്ക് ഈ റെസ്റ്റോറൻറ്റിൽ കയറാൻ പറ്റിയില്ല. അവിടെ നിന്ന് ബിരിയാണി എന്ന് വെച്ചാൽ ഇപ്പം തന്നെ സ്നാക്സ് കഴിച്ചതല്ലേ ഉള്ളൂ. അപ്പോൾ വയറ് കംപ്ലീറ്റ്ലി ഫില്ലായതുകൊണ്ട് കയറില്ല. ഇത് മാക്സിൻ്റെ പുറത്ത്. മാക്സിൻ്റെ ഉള്ളിലും നമ്മൾ ആസ് യൂഷ്വൽ ഇവിടുത്തെ ഉള്ളതുപോലെ തന്നെയാണ്. പ്രത്യേകിച്ച് ഭയങ്കര കളക്ഷൻസൊന്നും പറയാൻ പറ്റില്ല. അവിടുത്തെ കളക്ഷൻസ് ഞങ്ങൾക്കാർക്കും എനിക്കവനും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവിടെ നിന്നൊന്നും ഞങ്ങൾ എടുത്തില്ല കേട്ടോ. വെറുതെ ഇങ്ങനെ വീഡിയോ എടുക്കണുണ്ടപ്പോൾ മാക്സാർ അവിടെ വീഡിയോ അലൗഡ് അല്ല എന്ന് പറഞ്ഞു. എന്നാലും ഞങ്ങളെടുത്തു കുറച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ എടുത്തില്ല. മിറർ കണ്ടാൽ പിന്നെ നമ്മൾ വിടില്ലല്ലോ. അല്ല, മിററിൽ കുറച്ച് പോസ്റ്റൊക്കെ ചെയ്ത് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. സ്റ്റുഡിയോയിൽ ജസ്റ്റ് കയറി. സ്റ്റുഡിയോൻ്റെ പുറത്താണിട്ടത്. പിന്നെ ക്രോമ അവിടെ കയറിയില്ല. കയറിയിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് പിന്നെ കയറിയില്ല. അതിന് തൊട്ടപ്പുറത്ത് വെസ്റ്റ് സൈഡ് ഉണ്ടായിരുന്നു. വെസ്റ്റ് സൈഡിൽ ബൈ 2 get 1 ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഡ്രസ്സ് മാത്രം, ഒന്നുമില്ല അവിടെ, ഒക്കെ കാലം. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് മാത്രം ഞാൻ ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് കയറി. മിററൊന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ വലിയൊരു ഡ്രസ്സിങ് റൂമായിരുന്നു. അപ്പോൾ അതിട്ടിട്ടൊന്ന് ട്രയൽ ചെയ്ത് നോക്കി. പിന്നെ അവൻ എന്തോ സ്പ്രേ ഒക്കെ എടുത്തിട്ടോ. ബൈ 2 get 1 ആണല്ലോ. അപ്പോൾ ഏതൊക്കെയോ സ്പ്രേ എടുത്തു. പിന്നെ അവിടെ നിന്ന് നേരെ മിനിസോയിലോട്ട്
പോയി. ഇതാണ് മിനിസോ. എല്ലാം നല്ല 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 ആർക്കിടെക്ചറാണ്. മീൻസ് നന്നായിട്ട് ആരാണോ ഇത് ഇൻറ്റീരിയർ ആർക്കിടെക്ചർ ഇതൊക്കെ ചെയ്തേക്കണതെന്ന് അറിയില്ല. അത്രയും പെർഫെക്റ്റ് ആയിരുന്നു. നമ്മൾ നല്ലൊരു യൂറോപ്യൻ കൺട്രിയിൽ നമ്മൾ പർച്ചേസിങ്ങിന് പോലെയുണ്ട്. എനിക്കും അവിടെ നിന്ന് ഇറങ്ങി പോരണമെന്നേ തോന്നിയില്ല, അത്രയും നല്ല രസമായിരുന്നു. വൺസ് നിങ്ങൾ കോയമ്പത്തൂർ പോയാൽ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം ഈ ഒരു ലക്ഷ്മി മിൽസ് എന്ന് പറയുന്നൊരു സ്ഥലം. അപ്പം ഞാൻ മിനിസോയിൽ കയറിയ പാടെ തന്നെ ബക്കറ്റ് എടുത്തു, എന്തായാലും പർച്ചേസ് ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഞാൻ ബ്രഷ്, ടൂത്ത് പിക്ക് അങ്ങനെയുള്ളത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി കയറിയതാണ്. ഹെയർ ബ്രഷൊക്കെ പർച്ചേസ് ചെയ്തു. പിന്നെ എന്തൊക്കെയോ അല്ലാതെ ചില്ലറ കണ്ണതൊക്കെ എടുത്തിട്ടു. നല്ലൊരു ഗേളി ഷെയ്ഡായിട്ടുള്ള പിങ്ക് ഷെയ്ഡിലുള്ളൊരു ഇൻറ്റീരിയർ ആയിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ മിനിസോ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇറങ്ങാൻ തോന്നുന്നില്ല. പിന്നെ അവന് ഗേളി ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവനത് ബോറടിച്ചു തോന്നുന്നുണ്ട്. ഞാനെന്നാലും എൻ്റെ ഇഷ്ടത്തിന് കുറേ നേരം അവിടെ ചിലവഴിച്ചു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും വിശന്നിട്ട് വയ്യായിരുന്നു. അങ്ങനെ ഫുഡ് ആലോചിച്ചപ്പോൾ സ്റ്റാറിൻ്റെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ലൊക്കേഷൻ ഇട്ടിട്ടാണ് പോയത്. അങ്ങനെ സ്റ്റാർ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോയി. ടേസ്റ്റ് അതാണെന്ന് പറഞ്ഞു. ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും ആവശ്യതയായിട്ട് ടയേർഡായി. അങ്ങനെ സ്റ്റാർ ബിരിയാണിക്ക് മുമ്പ് വാഴയിലൊക്കെ ഇട്ടിട്ട് അവൻ കഴുകിയൊക്കെ വെച്ചു കേട്ടോ. അപ്പോൾ എന്നോടത് കഴുകണം എന്ന് പറഞ്ഞു. എനിക്കതറിയില്ലായിരുന്നു. കഴുകി എന്തോ ഒരു കറി, മീൻ പോലത്തെ എന്തോ കറി, പിന്നെ സാലഡ്, ബിരിയാണി. അപ്പോൾ അവൻ പറഞ്ഞു എന്നോട് ബിരിയാണിയിൽ മുട്ട ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവനോട് എനിക്ക് വിളമ്പി ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എനിക്ക് സെർവ് ചെയ്ത് തന്നു. പക്ഷെ അതിൽ മുട്ട ഉണ്ടായിരുന്നില്ല കേട്ടോ, പറ്റിച്ചു. മുട്ട ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിച്ചത്. നല്ല എന്ന് വെച്ചാൽ ചിക്കൻ ഇട്ടിട്ടാണല്ലോ ബിരിയാണി ചെയ്യുന്നത്, സ്റ്റാർ ബിരിയാണിയുടെ. അപ്പോൾ അതിൻ്റെ ഒരു അമ്പൂർ ബിരിയാണിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിച്ചപ്പോഴേക്കും എനിക്ക് കംപ്ലീറ്റ്ലി ഒരു ബിരിയാണി ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് പ്ലേറ്റ്. പിന്നെ ഒരു ലോലിപോപ്പ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ലോലിപോപ്പ് കുഴപ്പമുണ്ടായിരുന്നില്ല, നമ്മളുടെ ഒരു ടേസ്റ്റ് അല്ല. പിന്നെ ഗോലി സോഡ ഒരു ആയൊരു വെള്ളത്തിന് വേറൊരു ടേസ്റ്റായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ കുടിച്ചു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞാൻ പോയിട്ട് യൂണിഫോം എടുത്ത്, തുണി എടുത്ത്. അതിൻ്റെ ഇടയിൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ എനിക്ക് വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇത് പാലക്കാടുള്ള ലുലു മാളാണ്. ഞങ്ങൾ എങ്ങനെയൊക്കെയോ കോയമ്പത്തൂരിൽ നിന്ന് ഇറങ്ങി പാലക്കാടേക്ക് എത്തി. പാലക്കാട് ലുലു മാളിൻ്റെ ഭാഗത്ത് പുറത്ത് നല്ല തിരക്കായിരുന്നു. അപ്പോൾ എന്നോട് അവൻ ലുലു മാളിൽ കയറാമെന്ന് പറഞ്ഞു, പാലക്കാട്. പിന്നെ ഞാൻ ആ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ആകെ ബോറടിച്ച്, വേണ്ട നമുക്ക് പോകാമെന്ന് പറഞ്ഞു. എന്തെന്നായി സെയിം തന്നെ അല്ലേ എന്ന് പറഞ്ഞു. പിന്നെ കുതിരയാനാണ്. കുതിരയാൻ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറി. വിശന്നിട്ട് വയ്യായിരുന്നു. അപ്പോഴേക്കും എനിക്ക് തലവേദന എടുത്ത് ഛർദ്ദിക്കാനൊക്കെ വന്നിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കൊടകരയിൽ പോണ വഴിക്ക് ഏതാ സ്ഥലം എന്നറിയില്ല, നല്ല റെസ്റ്റോറൻ്റ് ആയിരുന്നു. പുറത്തെ വ്യൂസൊക്കെ ഇങ്ങനെയാണ്. ഇതാണ് റെസ്റ്റോറൻറ്റ്. അപ്പം ഞാൻ എന്താ പറയുക, മട്ടൺ സൂപ്പും ഒരു ലൈം ടീ, പിന്നെന്താ പൊട്ടറ്റോ വെഡ്ജസും. അവനൊരു അൽഫാമുമാണ് ഓർഡർ ചെയ്തത്. പക്ഷേ മട്ടൺ സൂപ്പ് വലിയ എനിക്ക് കാര്യമായിട്ട് ഇഷ്ടമായില്ല. പിന്നെ ഞാൻ എന്നാലും കഴിച്ചു. അതങ്ങോട്ട് വീട്ടിലെത്തി വൊമിറ്റ് ചെയ്യുകയും ചെയ്തു. ലൈം ടീ നല്ലതായിരുന്നു. ലൈം ജ്യൂസ് ഞാൻ കുടിച്ചില്ല. പൊട്ടറ്റോ വെഡ്ജസ് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. പക്ഷേ ഞാൻ അത് ബാക്കി വെക്കണം. അപ്പോൾ അവരെന്നോട് പാക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പാക്ക് ചെയ്തില്ല. പിന്നെ അവൻ്റെ എന്താ പറയുക, അൽഫാം വന്നു. അൽഫാം പറഞ്ഞു കുറച്ച് സ്പൈസി ആയിരുന്നു എന്ന് പറഞ്ഞു. അവനത്ര സ്പൈസി പ്രതീക്ഷിച്ചിരുന്നില്ല. ഏത് അൽഫാമാണ് പറഞ്ഞതെന്ന് അറിയില്ല. അങ്ങനെ ഞങ്ങൾ ഈ നൈറ്റ് ഫുഡൊക്കെ കഴിച്ചു തിരിച്ച് വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇതാണ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ കോയമ്പത്തൂർ വിശേഷം. ഓക്കെ, ബൈ.